നമസ്കാരം. എസ് ഗാരേജ് ആണ്. എസ് ഗാരേജ് വൈറ്റില ജനതയിലുണ്ട്, തമ്മനത്തുണ്ട്. നമ്മുടെ ഇന്നത്തെ വർക്ക് ഒരു i20 70 മാറ്റ് കസ്റ്റം ചെയ്ത് ചെയ്യാനാണ്. കാരണം അതിൻ്റെ വിനയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തുരുമ്പ് പിടിക്കും. നമുക്കറിയാലോ, എല്ലാ വണ്ടികൾക്കും ഇപ്പോൾ തുരുമ്പ് പിടിക്കുന്ന കാരണം എല്ലാവരും വിനയില കഴിച്ച് മാറ്റുന്നതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ 70 മാറ്റ് ഫുള്ള് സീറ്റിൻ്റെ അടിയിലേക്കും എല്ലായിടത്തേക്കും കവർ ചെയ്ത് ഫുള്ളായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി വരുന്നത്. റെഡ് വണ്ടിയാണ്. അപ്പോൾ അതിനോട് റെഡ് മാച്ച് ചെയ്ത സ്റ്റിച്ചിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇതിനകത്ത് നിന്ന് മാറ്റെടുത്ത് മാറ്റിയതാണ് കാർപ്പറ്റ് മാറ്റി. ഇതിനകത്ത് വിനയിലിട്ടാൽ നിങ്ങൾക്കറിയാം, വിനയിലിട്ടാൽ കംപ്ലീറ്റ് ഫുള്ള് തുരുമ്പൊടിച്ച് ഒരുപാട് വണ്ടികൾ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് വിനയിലിടാണ്ടിരിക്കലാണ് എപ്പോഴും ബെസ്റ്റ്. അപ്പോൾ അതിന് നമുക്ക് ഇപ്പോൾ 70 മാറ്റ് നമുക്ക് എടുക്കണമെങ്കിൽ എടുത്ത് ക്ലീൻ ചെയ്യാം. അതിനകത്ത് വേർപ്പ് പിടിക്കില്ല. വേർപ്പ് വന്നാലാണ് അടിയിൽ ഈർപ്പമായിട്ടാണ് തുരുമ്പ് പിടിക്കുന്നത്. അത് വെള്ളം കയറണമെന്നില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് ഈർപ്പം പിടിക്കും. ഇതിപ്പോൾ നമ്മൾ മാനുഫാക്ചറിങ് ആണ്. ഓട്ടോ ടച്ച് ആണ് നമ്മുടെ ബ്രാൻഡ് വരുന്നത്. നമുക്ക് എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. ഏത് കളർ വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മേളിലിടുന്ന ഗ്രാസും ഏത് കളർ വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എവിടം വരെ നമുക്ക് വേണം, ഏത് കളർ വേണം, എല്ലാ ടൈപ്പ് വണ്ടികളുടെ അളവുണ്ട്. BMW, ബെൻസ്, ഓഡി, ജാഗ്വാർ, BYD, അങ്ങനെ ഏത് ഇമ്പോർട്ടർ വണ്ടികൾ, ലാൻഡ് ക്രൂസർ, അങ്ങനത്തെ എല്ലാ വണ്ടികളുടെയും അളവുകൾ നമ്മുടെ അടുത്തുണ്ട്. എല്ലാ വണ്ടികളും പെർഫെക്റ്റ് അളവാണുള്ളത്. പിന്നെ അതല്ല, അതുപോരാ, നിങ്ങൾക്ക് ഫുള്ളായിട്ട് കവർ ചെയ്ത് അടിക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് അടിക്കാൻ പറ്റും. എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. ഏത് കളർ വേണമെങ്കിലും നമുക്ക് മാച്ച് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാൻ വേണ്ടി വന്ന വണ്ടിയാണ് ഈ i20. അപ്പോൾ അവർക്കുള്ള വർക്ക് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു തരി ഗ്യാപ്പ് പോലും നമ്മൾ വിടാണ്ടാണ് മാറ്റി ചെയ്തേക്കുന്നത്. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ മണ്ണും പൊടിയൊന്നും അകത്ത് പോകില്ല. എഡ്ജും സൈഡും സീറ്റിൻ്റെ അടിവശവും ഫുള്ള് എന്താ. ഇത് നമുക്ക് ജസ്റ്റ് തുടച്ചളഞ്ഞാൽ മതി. വണ്ടി വാഷ് ചെയ്യാനൊക്കെ കൊടുക്കുമ്പോൾ കാർപ്പറ്റ് മാറ്റ് മാത്രം എടുത്ത് കൊട്ടിക്കളയാം. ബാക്കി അങ്ങനെ തന്നെ നമുക്ക് ഇട്ടേക്കാം. ഫുള്ള് വെൽക്രോ ആണ് നമ്മൾ അടിയിൽ വെക്കുന്നത്. ഹാർഡ് മെറ്റീരിയൽ വെൽക്രോ വെച്ചേക്കണം. അപ്പോൾ കറക്റ്റായിട്ട് പിടിച്ചിരുന്നോളൂ. അങ്ങാട് ഇങ്ങാട് ഒന്നും അനങ്ങാണ്ട പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ ആക്സിലേറ്ററിന്റെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എല്ലാം നമ്മൾ വെൽക്രോ, ഫുള്ള് വെൽക്രോ ആണ് വെച്ചേക്കണത്. സൈഡൊക്കെ വെൽക്രോ വരും. എല്ലാം കറക്റ്റായിട്ട്. ബ്രാൻഡ് വരുന്നത് ഓട്ടോ ടച്ച് ആണ്. അപ്പോൾ നിങ്ങൾ എവിടെ പോയാലും ഈ ഓട്ടോ ടച്ച് തന്നെ ചോദിച്ച് മേടിക്കുക. പിന്നെ എല്ലാ കടകളിലും നമുക്ക് അവൈലബിൾ ആണ്. റീസണബിൾ റേറ്റിനാണ് എല്ലാവരും ചെയ്ത് കൊടുക്കുന്നത്. അല്ല, ഡിക്കി മാറ്റ് വേണമെങ്കിൽ ഡിക്കി മാറ്റ് ചെയ്യാം. ഡിക്കി മാറ്റ് നമുക്ക് കസ്റ്റം ചെയ്ത് എങ്ങനെ വേണം ചെയ്യാം കേട്ടോ. എവിടെ വേണം, എത്ര ഹൈറ്റ് കൂട്ടി അങ്ങനെ വേണം ചെയ്യാം. അപ്പം അതിൻ്റെ വർക്ക് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഏത് വണ്ടിയാണെങ്കിലും, ഏത് മോഡലാണെങ്കിലും, എത്ര പഴയതാണെങ്കിലും എത്ര പുതിയതാണെങ്കിലും, ഇമ്പോർട്ടർ വണ്ടിയാണെങ്കിലും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അതല്ല, ഏത് കടകളിൽ പോയി ചോദിച്ചാലും ഓട്ടോ ടച്ച് ചോദിച്ച് മേടിക്കുക. ഓട്ടോ ടച്ച് തന്നെ നമുക്ക് ചോദിച്ച് മേടിക്കണം. എന്നാലാണ് നമ്മുടെ ഈ ബ്രാൻഡ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പം എല്ലാം